കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ കഥയുടെ ബാക്കി കേൾക്കണ്ടേ, ബാക്കി അറിയണ്ടേ, റൈറ്റ്? സോ നമുക്ക് നമ്മുടെ കഥയുടെ മൂന്നാമത്തെ പാർട്ട് കേൾക്കാം, മനസ്സിലാക്കാം. സോ ഇത് കേൾക്കുന്നതിന് മുമ്പ് ബാക്കി 2 പാർട്ട് ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? റിവൈസ് ചെയ്തിട്ട് ഈ വീഡിയോ കാണാവുള്ളൂ. ഓക്കെ, സോ നമുക്ക് നമ്മുടെ കഥ സ്റ്റാർട്ട് ചെയ്യാം. ഹിസ്സിങ് ഡിഫയൻസ്. ഡിഫയൻസ് എന്ന് വെച്ചാൽ എന്താ? ഓപ്പൺ റെസിസ്റ്റൻസ്, പ്രതിരോധം, റൈറ്റ്? സോ നമ്മുടെ കോബ്ര ഹിസ്സിങ്, ആ ഹിസ്സിങ് സൗണ്ട് ഉണ്ടല്ലോ, അത് വെച്ച് ഞാൻ എന്താ റെഡിയാണ്, അടുത്ത അറ്റാക്കിന് എന്താണ് നീ ചെയ്യാൻ പോകുന്നതെന്നുള്ളതിന് റെഡി ആയതിൻ്റെ ഉള്ള സിമ്പിൾ, ആ ബോൾഡ് റെസിസ്റ്റൻസ്, പ്രതിരോധം കാണിക്കുകയാണ് ആര്? നമ്മുടെ ഇങ്ങനെ വന്ന കോബ്ര, റൈറ്റ്? വായിക്കാം. ഹിസ്സിങ് ഡിഫയൻസ്, ഹിസ് ഫോക്ഡ് ടങ് ഡാർട്ടിങ് ഇൻ ആൻഡ് ഔട്ട്. സോ നമ്മുടെ ഈ കോബ്രയുടെ ടങ് ഇങ്ങനെ ഫോക്ക് ഷേപ്പിൽ ഇങ്ങനെ ഒരു വെട്ടുണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ ഇൻ ആൻഡ് ഔട്ട് അത്ര സ്പീഡിൽ ഹിസ്സിങ് ഡിഫയൻസ് എന്ന് വെച്ചാൽ കോബ്ര ഒരു അറ്റാക്കിന് റെഡി ആണെന്നും ബോൾഡ് റെസിസ്റ്റൻസ് കാണിക്കുകയാണെന്നുമാണ് ഓഥർ ഉദ്ദേശിക്കുന്നത്. ഡാർട്ടിങ് ഇൻ ആൻഡ് ഔട്ട്, ദ കോബ്ര റേസ്ഡ് 3 of his 6 feet ഓഫ് ദ ഗ്രൗണ്ട്. അപ്പോൾ 6 feet ഉള്ള കോബ്രയുടെ 3 feet കോബ്രയുടെ ഹുഡ് ഇങ്ങനെ ഉയർത്തി പിടിച്ചു. ഓക്കെ, ആൻഡ് സ്പ്രെഡ് ഹിസ് ബ്രോഡ് സ്പെക്ടാക്കിൾഡ് ഹുഡ്. ഈ സ്പെക്ടാക്കിൾഡ് ഹുഡ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഈ കോബ്രയ്ക്ക് ആ സ്പെക്ടക്കിൾസിൻ്റെ ഷേപ്പിലുള്ള, ആ മീൻസ് ഞാൻ വരയ്ക്കുമ്പോൾ ശരിയാവില്ല, ഈ ഒരു ഷേപ്പിലുള്ള ഒരു ഡിസൈൻ ഉണ്ട് നമ്മുടെ കോബ്രയ്ക്ക്, റൈറ്റ്? സോ കോബ്ര 6 feet ഉള്ള കോബ്ര അതിൻ്റെ 3 feet ഗ്രൗണ്ടിൽ നിന്ന് ഉയർത്തിപ്പിടിച്ച് ആ സ്പെക്ടാക്കിൾഡ് ഹുഡ് ഇങ്ങനെ വിരിങ്ങി നിൽക്കുകയാണ് നമ്മുടെ കോബ്ര. ഓക്കെ, ദ മംഗൂസ് ബുഷ്ഡ് ഹിസ് ടെയിൽ. അപ്പോൾ നമ്മുടെ കോബ്ര നല്ല സെറ്റപ്പ് പോലെ റെഡി ആയപ്പോൾ മംഗൂസും ബാക്കി സൈഡിൽ റെഡി ആവേണ്ടത്. സോ മംഗൂസ് ഓൾസോ ബുഷ്ഡ് ഹിസ് ടെയിൽ. ദ ലോങ് ഹെയർ ഓൺ ഹിസ് സ്പൈൻ സ്റ്റുഡ് അപ്പ്. സോ മംഗൂസിൻ്റെ സ്കിന്നിലുള്ള ആ ലോങ് സ്പൈൻ അതിങ്ങനെ ഉയർത്തി നിൽക്കുന്നുണ്ട്. ഇൻ ദ പാസ്റ്റ് ദ വെരി തിക്നെസ് ഓഫ് ഹിസ് ഹെയർ had saved him from bites that would have been fatal to others. So fatal മനസ്സിലാക്കണമെങ്കിൽ ഫേറ്റൽയുടെ മീനിങ് കൂടി ഒന്ന്. ഫേറ്റൽ മീൻസ് ഡെഡ്ലി. ഡെഡ്ലി. സോ ഈ മംഗൂസിൻ്റെ സ്കിന്നിലുള്ള സ്പൈൻ, വലിയ സ്പൈൻ, ഇതിന് മുമ്പും മംഗൂസിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, റൈറ്റ്? വേറെ ആനിമൽസിൻ്റെയോ അല്ലെങ്കിൽ കോബ്രയുടെയോ ബൈറ്റിൽ നിന്ന്, കടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അത് മറ്റുള്ളവർക്ക് എന്തായേനെ? ഡെഡ്ലി ആയേനെ. നമ്മുടെ കഥ വല്ലതും ആയിരുന്നെങ്കിൽ അത് അപ്പോഴേ തീർന്നേനെ. പക്ഷെ മംഗൂസിന് ഈ സ്പൈൻസ് ഉള്ളതുകൊണ്ട് മംഗൂസ് അത്യാവശ്യം നല്ല രീതിയിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ദോ ദ കമ്പാറ്റൻസ് വർ അൺഅവെയർ ഓഫ് മൈ പ്രസൻസ് ഇൻ ദ ബാനിയൻ ട്രീ. ഈ 2 പോരാളികൾ, റൈറ്റ്? കോമ്പാറ്റൻസ് മീൻസ് ഈ കോമ്പറ്റീറ്റേഴ്സ്, ഈ പോരാളികൾക്ക് എൻ്റെ പ്രസൻസ് എന്ന് വെച്ചാൽ ഓഥറുടെ പ്രസൻസിനെ കുറിച്ച് അറിവില്ലായിരുന്നെങ്കിൽ പോലും they soon became aware of the arrival of the other 2 spectators. അപ്പം ഓഥറിൻ്റെ പ്രസൻസിനെ കുറിച്ച് നമ്മുടെ കോബ്രയ്ക്കും മംഗൂസിനും അറിയത്തില്ലെങ്കിലും, അവർക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു ഇൻഫർമേഷൻ ഇല്ലെങ്കിലും, വേറെ 2 ആൾക്കാർ, 2 സ്പെക്ടേറ്റേഴ്സിന് വരുന്ന കാര്യം ഇവരറിഞ്ഞു. ആരാണ് ഈ പുതിയ സ്പെക്ടേറ്റേഴ്സ്? One was a myna and the other a jungle crow. Jungle crow, not the willy urban crow. സോ 2 നമ്മുടെ പുതിയ സ്പെക്ടേറ്റേഴ്സ് അവിടെ കാണാൻ വന്നേക്കാണ്. അതിൻ്റെ പ്രസൻസിനെ കുറിച്ചുള്ളത് ആരറിഞ്ഞു? മംഗൂസും കോബ്രയും അറിഞ്ഞു. പക്ഷേ നമ്മുടെ ഓഥറുടെ പ്രസൻസ് അവിടെ ആരറിഞ്ഞില്ല? നമ്മുടെ മംഗൂസും കോബ്രയും അറിഞ്ഞില്ല. They had seen these preparations for battle and had settled on the cactus to watch the outcome. So ഇപ്പോൾ ഈ 2 പേരും എന്താണ്? ഓഡിയൻസ് ഒക്കെ ആയിട്ട് എന്താണ് ഈ ബാറ്റിലിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ കാണാൻ, മംഗൂസിൻ്റെയും കോബ്രയുടെ വലിയൊരു ഫൈറ്റ് അല്ലേ നടക്കാൻ പോകുന്നത്. സോ അത് കാണാൻ വേണ്ടിയിട്ട് വല്ല കാര്യത്തിൽ നല്ലതായിട്ട് വന്നേക്കുക ഓഡിയൻസ് ആയിട്ട്. ഈ ബാറ്റിലൊക്കെ കാണാൻ, ഇതിൻ്റെ ഔട്ട്കം എന്താവും, ആര് ജയിക്കും, ആര് തോക്കും, എന്താവും എന്ന് അറിയാൻ വേണ്ടിയിട്ട് മൈനയും ക്രൗവും ഓഡിയൻസ് ആയിട്ട് വന്നിരിക്കുക. ഹാഡ് ദേ ബീൻ കണ്ടന്റ് ഓൺലി ടു വാച്ച്, all would have been well with both of them. So ഇതിനൊരു കണ്ടീഷണൽ സെൻറ്റൻസ് എന്നാണ് കേട്ടോ പറയുന്നത്. ഹാഡ് ദേ ബീൻ കണ്ടന്റ്. കണ്ടന്റ് എന്ന് വെച്ചാൽ എന്താ? കണ്ടന്റ് എന്ന് വെച്ചാൽ സാറ്റിസ്ഫൈഡ് എന്ന് പറയാം, തൃപ്തികരം, റൈറ്റ്? സോ ഹാഡ് ദേ ബീൻ കണ്ടന്റ് ഓൺലി ടു വാച്ച്, all would have been well with both of them. സോ 2 പേരും കാണാൻ മാത്രമായിരുന്നു വന്നിരുന്നെങ്കിൽ പിന്നെ എല്ലാം നല്ലതായിരുന്നു. എന്ന് വെച്ചാൽ കാണുന്നതിൽ തൃപ്തിപ്പെടുവായിരുന്നെങ്കിൽ എല്ലാം നല്ലതായേനെ. എന്ന് വെച്ചാൽ നല്ലതെന്തോ ആയില്ല, അവിടെ എന്തോ ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന് അർത്ഥം, റൈറ്റ്? ഹാഡ് ദേ ബീൻ കണ്ടന്റ് ഓൺലി ടു വാച്ച്, ഇവർ
ഇത് കാണാൻ വേണ്ടി മാത്രമുള്ള സംതൃപ്തി വെക്കുകയായിരുന്നെങ്കിൽ ഇവ രണ്ടുപേരുമായിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും നടക്കത്തില്ലായിരുന്നേനെ, എല്ലാം വെള്ളതിന് പോയേനെ എന്നാണ് ഓഥർ പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ, അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നില്ല. ദാറ്റ് മീൻസ് എന്തോ ഇടയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്, അത് കാണുന്നതിൽ മാത്രം അവർ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ബാക്കി വായിക്കാം. The cobra stood on the defensive. The cobra stood on the defensive എന്ന് പറയുമ്പം അറ്റാക്ക് ചെയ്യാനല്ല, പ്രതിരോധമായിട്ട് തന്നെ നിൽക്കുക. എന്ന് വെച്ചാൽ അറ്റാക്ക് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി ഇപ്പോൾ കോബ്രയ്ക്കില്ല, ഡിഫെൻസീവായിട്ട് നിൽക്കുക. സോ ദ കോബ്ര സ്റ്റുഡ് ഓൺ ദ ഡിഫെൻസീവ്, swaying slowly and slowly side to side, trying to mesmerize. Mesmerize ചെയ്യുന്നത് വെച്ചാൽ ഹിപ്നോട്ടൈസ് ചെയ്യാം. സോ കോബ്ര ഡിഫെൻസീവ് സൈഡിൽ നിന്ന് എന്ത് ചെയ്യുക, പതുക്കെ 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 ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. റൈറ്റ്, ട്രൈങ് ടു മെസ്മറൈസ് ദ മംഗൂസ്. മംഗൂസിൻ്റെ ഫുൾ അറ്റൻഷൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുക എന്ന് മനസ്സിലായോ? കോബ്ര സ്വേയിങ് സ്ലോലി സ്ലോലി മൂവ് ചെയ്ത് മംഗൂസിൻ്റെ അറ്റൻഷൻ പിടിച്ചു വെക്കാൻ നോക്കുക. എന്തിനു വേണ്ടിയിട്ടാ? സോ ദാറ്റ് ദ മംഗൂസ് ഗോസ് ഇൻ ടു മേക്സ് എ മാർക്ക് എ ഫോൾസ് മൂവ്. മംഗൂസിൻ്റെ തെറ്റായിട്ടുള്ളൊരു നീക്കം വരാൻ വേണ്ടിയിട്ട്. റൈറ്റ്, സോ മംഗൂസിൻ്റെ ഫുൾ അറ്റൻഷൻ ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെക്കുക. ആര്? നമ്മുടെ സ്മാർട്ടായ, സ്കിൽഫുള്ളായ, എക്സ്പീരിയൻസ്ഡ് ആയ കോബ്ര. നോക്കാം നമുക്ക് ബാക്കി. ബട്ട് ദ മംഗൂസ്, പക്ഷേ മംഗൂസ് knew the power of his opponent's glassy, unwinking eyes and refused to meet them. മംഗൂസ് ആരാള്? ഇതിനു മുമ്പേ പണി ഇട്ടപ്പോഴൊക്കെ ആ സ്പൈനൊക്കെ ഉയർത്തി നിർത്തി പണിയൊന്നും മേടിക്കാതെ നമ്മുടെ മംഗൂസ് രക്ഷപ്പെട്ടിട്ടുണ്ട് അല്ലേ? സോ പക്ഷെ നമ്മുടെ മംഗൂസിന് നമ്മുടെ കോബ്രയുടെ പവർ നന്നായിട്ട് അറിയാമായിരുന്നു. റൈറ്റ്, കോബ്ര മെസ്മറൈസ് ചെയ്യാൻ ശ്രമിക്കുവാണെന്ന് മനസ്സിലായിട്ട് മംഗൂസ് അതിലൊന്നും വീഴാതെ നമ്മുടെ കോബ്രയുടെ പവർ മനസ്സിലാക്കി, നമ്മുടെ കോബ്രയുടെ ഗ്ലാസി അൺവിങ്കിങ് ഐസിനെയൊക്കെ നോക്കി മനസ്സിലാക്കി, അല്ലാതെ അതിലൊന്നും വീഴാതെ അങ്ങോട്ട് മുന്നോട്ട് തന്നെ നമ്മുടെ മംഗൂസ് പോവാണ്. ഇൻസ്റ്റെഡ് ഹി ഫിക്സ്ഡ് ഹിസ് ഗേസ് അറ്റ് എ പോയിന്റ് ജസ്റ്റ് ബിലോ ദ കോബ്രാസ് ഹുഡ്. അപ്പം നോക്കിക്കെ, മെസ്മറൈസ് ചെയ്യാൻ കോബ്ര ശ്രമിച്ചു. റൈറ്റ്, കോബ്ര മംഗൂസിനെ മെസ്മറൈസ് ചെയ്യാൻ, എന്ന് വെച്ചാൽ ഹിപ്നോട്ടൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ മംഗൂസ് അതൊന്നും മൈൻഡ് ആക്കാതെ, അവിടെ നോക്കാതെ നേരെ എങ്ങോട്ടാണ് മംഗൂസിൻ്റെ ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നത്? നേരെ ആ ഹുഡിൽ, കോബ്രയുടെ ഹുഡിൻ്റെ താഴെ. എക്സാക്ട്ലി. അപ്പോൾ ഇത് കോബ്രയുടെ ഹുഡ് ആണെങ്കിൽ ലൈക്ക് ഇത് നമ്മുടെ സ്പെക്ടാക്യുലർ ഹെഡ്. അപ്പം നേരെ ആ ഹുഡിൻ്റെ താഴെ, കണ്ണിൽ നോക്കാതെ ആ ഹുഡിൻ്റെ താഴെയായിട്ട് മംഗൂസിൻ്റെ ടാർഗറ്റ് ഫിക്സ് ചെയ്തു. Okay, moving forward, instead he fixed the gaze at a point just below the cobra's hood and opened the attack. അപ്പോൾ ആദ്യം അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തത് ആരാ? മംഗൂസ് ആണോ കോബ്രയാണോ? മംഗൂസ് ആണ്. കോബ്ര ഒരു ഡിഫെൻസീവ് സൈഡിൽ നിൽക്കുമായിരുന്നു അല്ലേ? അപ്പോൾ ആദ്യം ആരാ സ്റ്റാർട്ട് ചെയ്തത്? മംഗൂസ് ആണ് ആദ്യത്തെ ഓപ്പൺ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തത്. അടുത്ത് നോക്കാം. മൂവിങ് ഫോർവേഡ് ക്വിക്ക്ലി until he was just within the cobra's reach. So വളരെ വേഗം നല്ല സ്പീഡിൽ കോബ്രയുടെ അടുത്ത് അറ്റാക്ക് ചെയ്യുവാണ്. ഹി മെയ്ഡ് എ ഫെയിൻറ്റ് ടു വൺ സൈഡ് എന്ന് വെച്ചാൽ കോബ്ര ഓൾറെഡി മെസ്മറൈസ് ചെയ്യാൻ ശ്രമിക്കുക. കോബ്രയുടെ അൺവിങ്കിങ് ഐസ് വെച്ച് നമ്മുടെ മംഗൂസിനെ ഡിഫെൻസീവ് രീതിയിൽ നോക്കുകയാണ്. പക്ഷെ നമ്മുടെ മംഗൂസ് ഐസിൽ നോക്കാതെ കറക്റ്റ് ഹുഡിൻ്റെ താഴെ നോക്കി അറ്റാക്ക് ചെയ്തു. വളരെ സ്പീഡിൽ കോബ്രയുടെ അടുത്ത് പോയി. എന്നിട്ട് എന്ത് ചെയ്തു? ഹി മെയ്ഡ് എ ഫെയിൻറ്റ് ടു വൺ സൈഡ് എന്ന് വെച്ചാൽ ഒരു ഫോൾസ് മൂവ്, തെറ്റിദ്ധരിപ്പിക്കുവാണ് കോബ്രനെ. എന്ന് വെച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? എന്ന് വെച്ചാൽ അടിക്കാൻ പോകുന്ന പോലെ കാണിച്ചിട്ട് പക്ഷെ അടിച്ചില്ല, അല്ലെങ്കിൽ വേറെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് മാറുക. എന്ന് വെച്ചാൽ കോബ്രനെ പറ്റിക്കാൻ ശ്രമിച്ചു. ഹി മെയ്ഡ് എ ഫെയിൻറ്റ് ടു വൺ സൈഡ്. Immediately the cobra struck. So moment ആ ഫെയിൻറ്റ് ചെയ്തപ്പോഴത്തേക്ക് കോബ്രയ്ക്ക് ഒരു ഫോൾസ് ഇൻഡിക്കേറ്റർ കൊടുത്തപ്പോഴത്തേക്ക് കോബ്ര എന്ത് ചെയ്തു? സ്ട്രക്ക് ചെയ്തു. His great hood came down so swiftly that I thought nothing could save the mongoose. ഇത് നോക്കിയപ്പം ആ കോബ്ര അപ്പം തന്നെ സ്ട്രൈക്ക് ചെയ്തപ്പം ഓഥറിന് തോന്നി ഇതാ തീർന്നു, ഇതോടെ മംഗൂസിൻ്റെ കഥ തീർന്നു. റൈറ്റ്, but the little fellow jumped nearly to one side and darted in as swiftly as the cobra. ഈ ലിറ്റിൽ ഫെല്ലോ എന്ന് പറയുന്നത് നമ്മുടെ മംഗൂസ് ആണ്. ബട്ട് ദ ലിറ്റിൽ ഫെല്ലോ ജംപ്ഡ് നീറ്റ്ലി ടു വൺ സൈഡ്. മുമ്പേ നമ്മുടെ മംഗൂസ് എന്ത് ചെയ്തിരുന്നു? ഫെയിൻറ്റ് ചെയ്തിരുന്നു, ഒരു ഫോൾസ് സൈൻ കൊടുത്തിരുന്നു. സോ ഇത് എന്ത് ചെയ്തു? ഈ മംഗൂസ് പെട്ടെന്ന് തന്നെ കോബ്ര എന്ത് സ്പീഡിലാണോ സ്ട്രൈക്ക് ചെയ്തത് അതേ വേഗത്തോടെ, അത്രയും സ്പീഡോടെ തന്നെ വേറൊരു സൈഡിൽ ജമ്പ് ചെയ്തു.
biting the snake on the back and darting away again out of reach. So എന്തായിരിക്കും നമുക്കൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ എന്തായിരിക്കും സംഭവിക്കുക? കോബ്ര ഇവിടെ, നമ്മുടെ മംഗൂസ് ഇവിടെ. മംഗൂസ് ടാർഗറ്റ് ഫിക്സ് ചെയ്തു, കണ്ണിൽ നോക്കാതെ ഹുഡിൻ്റെ താഴെ ഫിക്സ് ചെയ്തു, സ്പീഡിൽ വന്നു, നല്ല സ്പീഡിൽ വന്നിട്ട് കോബ്രയ്ക്ക് ഒരു ഫോൾസ് ആക്ഷൻ തന്നു, ഒരു ഫെയിൻറ്റ് ചെയ്ത് കാണിച്ചു ദാറ്റ് ഞാൻ ഇവിടെയാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? അപ്പുറത്തോട്ട് അങ്ങ് ചാടി, ഓപ്പോസിറ്റിൽ അങ്ങ് ചാടിയപ്പോഴത്തേക്ക് കോബ്ര എന്തായിരിക്കും? ആദ്യത്തെ സൈനിൽ വീണ് കാണും. അപ്പം തന്നെ അങ്ങോട്ട് സ്ട്രൈക്ക് ചെയ്തു. ആ സ്ട്രൈക്ക് ചെയ്ത നേരം കൊണ്ട് മംഗൂസ് എന്ത് ചെയ്തു? കോബ്രയുടെ ബാക്കിൽ വന്നു കടിച്ചു. ആർക്കാ കടി കൊണ്ടേ? മംഗൂസിനല്ല, കോബ്രയ്ക്കാണ് കടി കിട്ടിയത്. ഓക്കെ. ആൻഡ് ഡാർട്ടിങ് അവേ അഗെയിൻ ഔട്ട് ഓഫ് റീച്ച്. കടിച്ചു, അതേ സ്പീഡിൽ തിരിച്ച് വേഗം പോയി. ആര്? മംഗൂസ്. അടുത്ത എന്താ സംഭവിച്ചെന്ന് നോക്കാം. The moment the cobra struck, the crow and the myna hurled themselves at him, only to collide heavily in mid-air. Shrieking at each other, they returned to the cactus plant. So, ഈ കോബ്ര നമ്മുടെ മംഗൂസിനെ സ്ട്രൈക്ക് ചെയ്ത നേരത്തെ എന്ത് സംഭവിച്ചു? ഈ ക്രോയും മൈനയും ഓഡിയൻസ് ആയിട്ട് വന്നിരിക്കുമായിരുന്നല്ലോ. ഈ ക്രോവും മൈനയും പെട്ടെന്ന് തന്നെ ഈ കോബ്ര സ്ട്രൈക്ക് ചെയ്യുന്ന കണ്ടപ്പോൾ അപ്പം തന്നെ കോബ്രയുടെ അടുത്തോട്ട് ഡൈവ് ചെയ്ത് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. രണ്ടുപേരും കൂട്ടിയിടിച്ചു. ആര് കൂട്ടിയിടിച്ചു? നമ്മുടെ ക്രോവും നമ്മുടെ മൈനയും കൂടെ കൂട്ടിയിടിച്ചു. അല്ലാതെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. റൈറ്റ്. എന്നിട്ട് എന്താ? കൂട്ടിയിടിച്ചപ്പോൾ എന്താ? shrieking at each other, they returned to the cactus plant. അപ്പം കൂട്ടിയിടിച്ചു, കരഞ്ഞുകൊണ്ട് തിരിച്ച് ബാക്കിലോട്ട് അവരുടെ സീറ്റിൽ പോയി ഇരുന്നു. A few drops of blood glistened to the cobra's back. അപ്പം കടി കോബ്രയ്ക്ക് കിട്ടി കഴിഞ്ഞു. സോ കോബ്രയുടെ ബാക്കിൽ ബ്ലഡിൻ്റെ കുറച്ച് ഡ്രോപ്സ് ഉണ്ടായിരുന്നു. അതിങ്ങനെ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. The cobra struck again and missed. So കോബ്ര പിന്നെയും സ്ട്രൈക്ക് ചെയ്യാൻ നോക്കി, പക്ഷെ അതും മിസ്സായി പോയി. Again the mongoose sprang aside, jumped in and bit. So പിന്നെയും കോബ്രയുടെ സ്ട്രൈക്ക് മിസ്സായി ആൻഡ് നമ്മുടെ മംഗൂസ് പിന്നെയും കടിച്ചു നമ്മുടെ കോബ്രേനെ. All right, okay. Again the birds dived at the snake, bumped into each other instead and returned shrieking to the safety of the cactus. അപ്പോൾ ആദ്യം റിപ്പീറ്റ് ചെയ്ത അതേ കാര്യം നമ്മുടെ ക്രോവും മൈനെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. തെറ്റിക്കാതെ, ഒരു പുതിയ കാര്യം ഒന്നും കൊണ്ടുവരാതെ പിന്നെയും നമ്മുടെ കോബ്ര സ്ട്രൈക്ക് ചെയ്യാൻ നോക്കി. മംഗൂസ് പിന്നെയും വന്നിട്ട് നമ്മുടെ കോബ്രയെ കടിച്ചു. അത് സംഭവിക്കാൻ നേരത്ത് പിന്നെയും നമ്മുടെ ക്രോവും മൈനയും പിന്നെയും ഡൈവ് എടുത്ത് നമ്മുടെ സ്നേക്കിൻ്റെ അടുത്ത് വരുന്നു. ഒന്നും സംഭവിക്കുന്നില്ല. രണ്ടുപേരും കൂട്ടിയിടിക്കുന്നു, കരഞ്ഞുകൊണ്ട് തിരിച്ച് കാക്ടസിലോട്ട് പോകുന്നു. വളരെ പുതിയ കാര്യമൊന്നും സംഭവിച്ചില്ല. The third round followed the same course at the first. So, ആദ്യത്തെ തവണ ഡൈവ് ചെയ്ത് വന്നു കൂട്ടിയിടിക്കുന്നു, രണ്ടാമത്തെ തവണ ഡൈവ് ചെയ്ത് വന്നു കൂട്ടിയിടിക്കുന്നു. മൂന്നാമത്തെ തവണയും ഓൾമോസ്റ്റ് സെയിം കാര്യം റെപ്പിറ്റേഷൻ ആയിട്ട് നടന്നത്. പക്ഷേ ഒരു ഡ്രാമാറ്റിക് ഡിഫറൻസ് ഉണ്ട്, എന്തോ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതെന്താണ് നമുക്ക് നോക്കാം. The crow and the myna still determined to take part in the proceedings. Proceedings means ഇവരുടെ ഈ ബാറ്റിലിൻ്റെ ഇങ്ങനെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 പോലെ നടക്കുവാണല്ലോ. സോ ഇപ്പോഴും ഇവർക്ക് ആ പ്രൊസീഡിങ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അതിൽ നന്നായിട്ട് ഇൻവോൾവ് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. ഡൈവ്ഡ് അറ്റ് ദ കോബ്ര, പഴയതുപോലെ തന്നെ ഡൈവ് ചെയ്ത് തന്നെ വന്നു. ബട്ട് ദിസ് ടൈം ദി മിസ്ഡ് ഈച്ച് അതർ. അപ്പോൾ ഈ തവണ കൊലൈഡ് ചെയ്തില്ല. എന്തായാലും ഭാഗ്യം കൊണ്ട് രണ്ടുപേരും കൊലൈഡ് ചെയ്തില്ല. പിന്നെ എന്ത് ചെയ്തു? ആസ് വെൽ ആസ് ദർ മാർക്ക്. അപ്പം കൊലൈഡും ചെയ്തില്ല, ആ സ്നേക്കിൻ്റെ അടുത്ത് പോലും ആ മാർക്കിൻ്റെ അടുത്ത് അവർ വന്നതുമില്ല. മാർക്ക് എന്ന് പറയുമ്പോൾ കോബ്രേനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മിസ്സും ചെയ്തു, എന്ന് വെച്ചാൽ മാർക്കും മിസ് ചെയ്തു, അതേപോലെ രണ്ടുപേരും കൂട്ടി ഇടിച്ചതും ഇല്ല. പിന്നെ എന്താ ചെയ്തത്? The myna, but they missed each other as well as their mark. The myna flew on and reached its perch, but the crow tried to pull up in mid-air and turned back. So ഈ മാർക്ക് വരെ എത്താനും പറ്റിയില്ല, രണ്ടുപേരും കൂട്ടിയിടിച്ചില്ല. അപ്പം മൈന എന്ത് ചെയ്തു? മൈന ആ അടുത്ത് വന്നപ്പോൾ തന്നെ അതുപോലെ തിരിച്ച് തന്നെ അതിൻ്റെ പെർച്ചിലോട്ടങ്ങ് പോയി. പക്ഷേ നമ്മുടെ ക്രോ നമ്മുടെ എയറിൽ തന്നെ എന്ത് ചെയ്തു? നിന്നിട്ട് ഇങ്ങനെ ലൈക്ക് കോബ്ര ഇതാണെങ്കിൽ ഇതിൻ്റെ അടുത്ത് എയറിൽ വന്നിട്ട് ഇങ്ങനെ പോകുന്നതിന് പകരം എന്ത് ചെയ്തു? ആ ഒരു സെക്കൻഡിൽ നിന്നിട്ട് തിരിച്ചു പോകാൻ നോക്കി, അഗെയിൻസ്റ്റ് പോകാൻ നോക്കി. അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിച്ചു? The cobra whipped his head back and struck with great force. അപ്പം കാക്കയുടെ കാര്യത്തിൽ തീരുമാനമായെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. And his snout thudding against the crow's body. സ്നോട്ട് എന്ന് വെച്ചാൽ ആ കോബ്രയുടെ മൂക്ക് പാർട്ട് കൊണ്ട് നമ്മുടെ ക്രോയുടെ ബോഡിയിൽ thudding against the crow's body മീൻസ് ആ മൂക്ക് കൊണ്ട് ഒറ്റ അടി നമ്മുടെ ക്രോയുടെ ബോഡിയിൽ. എന്തായിരിക്കും സംഭവിക്കാമെന്ന് ഊഹിക്കാമല്ലോ.
I saw the bird flung nearly 20 feet across the garden. ഓഥർ നമ്മുടെ ആ ഗാർഡനിൻ്റെ ഓൾമോസ്റ്റ് ഒരു 20 ഫീറ്റ് ദൂരം നമ്മുടെ ഈ കാക്ക പറന്നു പോയി വീണെന്നാണ് നമ്മുടെ ഓഥർ കണ്ടത്. Where after fluttering about for a while it lay still. കുറച്ച് ദൂരം 20 ഫീറ്റ് ആ സ്പീഡിലായിരിക്കും നമ്മുടെ കോബ്ര അടിച്ചെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ അടി കൊണ്ട് നമ്മുടെ ഗാർഡൻ്റെ 20 ഫീറ്റ് ദൂരം ആണ് നമ്മുടെ കാക്ക പോയി കുറേ നേരം അവിടെ ഫ്ലട്ടർ ചെയ്തു. കുറേ നേരം സ്ട്രഗിൾ ചെയ്യാൻ നോക്കി എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. കുറേ നേരം ഫ്ലട്ടർ ചെയ്തിട്ട് എന്താ ലേസ്റ്റ്, പിന്നെ അനക്കൊന്നും കണ്ടില്ല എന്ന് വെച്ചാൽ കാക്കയുടെ കാര്യം തീർന്നു. അവിടെ കാക്കയുടെ കഥ തീർന്നു. The miner remained on the cactus plant very wisely, refrained from interfering again. Refrained. എവിടെ ഇപ്പോൾ എഴുതുക? ഞാൻ ആ സ്റ്റോറി പറയുമ്പോൾ തന്നെ റീഫ്രെയിൻ്റെ മീനിങ് പറയാം. റീഫ്രെയിൻ മീൻസ് മനസ്സിലായി കാക്കയുടെ കാര്യത്തിൽ തീരുമാനമായപ്പോഴത്തേക്ക് ഇനി മൈന ചെയ്യുന്ന വൈസ് ഡിസിഷൻ എന്താ, ഇനി അങ്ങോട്ട് പോവാതിരിക്കുക. റൈറ്റ്? മൈനനെ തന്നെ സ്റ്റോപ്പ് ചെയ്തു, കൺട്രോൾ ചെയ്തു, സ്വയം നിർത്തി. വേണ്ട, ഇനി ഞാൻ പോയാൽ അടുത്തത് ഞാനായിരിക്കും തീരാൻ പോകുന്നത് മൈനയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് മൈന എന്ത് ചെയ്തു? The miner remained on the cactus plant very wisely. സ്മാർട്ടായിട്ട് ക്ലെവറായിട്ട് ബുദ്ധി ഉപയോഗിച്ച് അവിടെ തന്നെ നിന്നു. ഇനി ഞാൻ ഇൻ്റർഫിയർ ചെയ്യാൻ പോകുന്നില്ല എന്ന് മൈന തീരുമാനിച്ചു. The cobra was weakening. ഉറപ്പായിട്ടും കോബ്രയുടെ ശക്തി, കോബ്രയുടെ സ്ട്രെങ്ത് പോയിക്കൊണ്ടിരിക്കുക. 2 തവണ കടിയിട്ട് കഴിഞ്ഞില്ലേ. And the mongoose walking fearlessly up to it. So mongoose മനസ്സിലായി that ഓൾമോസ്റ്റ് ഞാനാണ് വിന്നർ. സോ മംഗൂസ് ഒരു പേടിയില്ലാതെ കോബ്രയുടെ അടുത്ത് ഫിയർലെസ്ലി പോവുക. ഓക്കെ. Raised himself on his short legs. മംഗൂസിൻ്റെ കുഞ്ഞു ലെഗ്സിൽ മംഗൂസിനെ ഉയർത്തി എണ്ണേപ്പിച്ചു. And with lightning snap had the big snake by the snout. So ആ സ്നേക്കിൻ്റെ കാര്യത്തിൽ ഓൾമോസ്റ്റ് തീരുമാനമായി. ഓൾമോസ്റ്റ് സ്നേക്കിൻ്റെ എനർജി മൊത്തം പോയിരിക്കുക. സോ അടുത്ത എന്താ നമ്മുടെ കോബ്രയ്ക്കും മംഗൂസിനും പറ്റുന്നതെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ ഉറപ്പായിട്ടും ഈ ഫുൾ വീഡിയോസും നിങ്ങൾ റിവൈസ് ചെയ്യാൻ മറക്കരുത്. അപ്പോഴേക്കും തരാം.